മുഖ്യമന്ത്രിയായാലും പാർട്ടി പ്രവർത്തകരായാലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്ന് CPIM. തീരുമാനത്തെ മുഖ്യമന്ത്രിയുടെ ശൈലിയിലെ തിരുത്തലായി വ്യാഖ്യാനിക്കേണ്ടെന്ന് MV ഗോവിന്ദൻ. അടുത്ത സംസ്ഥാന സമിതിയിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി. വലതുപക്ഷ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കരുതെന്ന് ബിനോയ് വിശ്വത്തോട് SFI. വഴിയിലിട്ട് കൊട്ടാനുള്ള ചെണ്ടയല്ല SFI എന്ന് AK ബാലൻ. തിരുത്തുക തന്നെ വേണമെന്ന് ബിനോയ് വിശ്വം. ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ SFI തന്നെ പരിഹരിക്കുമെന്ന് MV ഗോവിന്ദൻ. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘടനത്തിൽ അന്വേഷണം ഊർജിതം. പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും ചോദ്യം ചെയ്തു. നാളെ വീണ്ടും ഹാജരാകാൻ നോട്ടീസ്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്ന് സത്യവാങ്മൂലം. ക്രമക്കേടിൽ CBI അന്വേഷണം നടക്കുകയാണെന്നും സർക്കാർ. മാറ്റിവച്ച നീറ്റ് PG പരീക്ഷ ഓഗസ്റ്റ് 11-ന്. കണ്ണമാലി കടലാക്രമണത്തിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർ. നടപടി ജില്ലാ കളക്ടറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ. പ്രശ്നപരിഹാരത്തിന് ചൊവ്വാഴ്ച യോഗം. കടലാക്രമണം തടയാൻ വിവിധ ആവശ്യങ്ങളുമായി പ്രതിഷേധക്കാർ. കേരള വിഷൻ ന്യൂസിന് പിന്നാലെ സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. റോഡുകളിലേക്ക് ഇറങ്ങുന്നത് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന പോലെയെന്ന് വിമർശനം. യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണ്. സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ്. സർ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. കുണ്ടും കുഴിയും നിറഞ്ഞ തൃശൂർ എടതിരുത്തിയിലെ കുട്ടമംഗലം അയ്യൻപടി റോഡ്. കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര തുടരുന്നു. എന്നാൽ വാ കുഴിയടയ്ക്കാം. ബ്രിട്ടനിൽ മലയാളി തിളക്കത്തിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. തെരഞ്ഞെടുപ്പിൽ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി ഒരു മലയാളി. തെരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം സ്വദേശി സോജൻ ജോസഫ്.